ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. അറിഞ്ഞും അറിയാതെയും നാം ഓരോരുത്തരും ഓരോ ആഗ്രഹങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് അറിയാത്ത ഒരാൾ പോലും ആഗ്രഹങ്ങൾ നേടുക തന്നെ ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ലോ ഓഫ് അട്രാക്ഷൻ നമ്മളിൽ ഓരോരുത്തരിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവ് തന്നെയാണ്. അങ്ങനെ നമ്മൾ തീവ്രമായി തന്നെ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം നമ്മളിലേക്ക് എത്തുന്നതിൻ്റെ 5 ലക്ഷണങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി നമുക്ക് ആ ഒരു ഡ്രീമിനെ കുറിച്ച് ഡീപ്പായിട്ടുള്ള ക്ലാരിറ്റി ഫീൽ ചെയ്യുന്നു എന്നതാണ്. അതായത് ഇതിനു മുൻപ് വരെ നമുക്ക് ആ ഒരു സ്വപ്നം മറ്റെല്ലാത്തിൻ്റെയും കൂടെയുള്ള ഒന്ന് എന്നായിരുന്നു നിങ്ങൾ ചിന്തിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ, അതായത് ഈ ഒരു ആഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നതാണ്. ഉദാഹരണത്തിന്, ഒരു കാറ് വാങ്ങുക എന്ന നിങ്ങളുടെ ഒരു സ്വപ്നം നിങ്ങളിലേക്ക് എത്തിച്ചേരാറായി എന്ന സമയത്ത് ആ കാറിൻ്റെ കളർ, മോഡൽ അല്ലെങ്കിൽ അതിനാവശ്യമായ പണം, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായ ഒരു ഇമേജ് ലഭിക്കുന്നു എന്നതാണ്. ഇനി രണ്ടാമത്തെ സൈൻ എന്നത് നമ്മൾ എവിടെ തിരിഞ്ഞാലും, നമ്മൾ എവിടേക്ക് നോക്കുന്ന സമയത്തും 111, 222 അല്ലെങ്കിൽ 1111, 2222 ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് കാണുന്നു. ഈ നമ്പേഴ്സിനെ പൊതുവെ ഏഞ്ചൽ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ചിലപ്പോൾ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടൈമായിട്ട് 11:11 AM അല്ലെങ്കിൽ 11:11 PM എന്ന ടൈം കാണുന്നു. അല്ലെങ്കിൽ അതേപോലെ പുറത്തേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ അടുത്തു കൂടി പോകുന്നൊരു വാഹനത്തിലെ നമ്പർ പ്ലേറ്റിൽ 333 അല്ലെങ്കിൽ 111 ഇങ്ങനെ ഉള്ള നമ്പേഴ്സ് കാണുന്നു. ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നത് ഈ പ്രപഞ്ചം നമ്മളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു എന്നതാണ്. അതായത് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് റൈറ്റ് വേയിലാണ്, ധൈര്യമായി തന്നെ മുൻപോട്ട് പോകൂ എന്നാണ് നമ്മൾ ഈ ഒരു നമ്പേഴ്സ് കാണുന്നതിലൂടെ പ്രപഞ്ചം നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇനി മൂന്നാമതായി നമുക്ക് ആ ഒരു സ്വപ്നം നേടിയെടുത്തതായി തന്നെ ഫീൽ ഉണ്ടാവുന്നു. നമ്മളൊരു സ്വപ്നം നേടിയെടുത്തു എന്നും അതിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നും നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ആ ഒരു ടൈമിൽ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ പോലും അറിയാതെ തന്നെ നമ്മൾ ഈ പ്രപഞ്ചത്തോട് നന്ദി പറയാൻ നമ്മുടെ ഉള്ളിൽ നിന്നൊരു തോന്നൽ ഉണ്ടാവും. ഈ ഒരു ടൈമിൽ നമ്മുടെ വൈബ്രേഷണൽ എനർജിയും സ്പിരിച്വൽ എനർജിയും ഹൈ ആവുന്നു. ഇതിലൂടെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് യൂണിവേഴ്സിലേക്ക് എത്തിച്ചേരുകയും അങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ഒരു സ്വപ്നം നമ്മളിലേക്ക് എത്തിച്ചേരുകയുമാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നാലാമത്തെ സൈൻ എന്താണെന്ന് നോക്കാം. അതായത് ആ ഒരു സ്വപ്നത്തിന് വേണ്ടി നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്ന ചില പ്രതിസന്ധികൾ, അത് ചിലപ്പോൾ വ്യക്തികളായിരിക്കാം, ചില മോശപ്പെട്ട സാഹചര്യങ്ങൾ ആയിരിക്കാം. അങ്ങനെ നമുക്ക് തടസ്സമായി നിന്നവയെല്ലാം നമ്മിൽ നിന്ന് അകന്നു പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് എന്തെങ്കിലും മണി പ്രോബ്ലമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് ഏതെങ്കിലുമൊക്കെ വഴിയിലൂടെ പണം, നമുക്ക് ആവശ്യമായ പണം നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നമ്മളോട് തന്നെ ചോദിച്ചു പോകുന്ന വിധത്തിൽ അത് നമുക്കൊരു അത്ഭുതമായി ഫീൽ ചെയ്യും. അങ്ങനെ നമ്മുടെ ഡ്രീം ഹൈ എനർജിയിലേക്ക് തന്നെ നീങ്ങിയതായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ ഒരു സാഹചര്യത്തിൽ. ഈ അഞ്ചാമത്തെ സൈൻ എന്നത് നമ്മളിൽ തന്നെ ഇൻസ്പയർഡ് ആവുന്നു എന്നതാണ്. അതായത് ആ ഒരു സ്വപ്നത്തിന് വേണ്ടി നമ്മൾ എങ്ങനെ പ്രവർത്തിക്കും, എങ്ങനെ ഞാനിത് നേടും, അല്ലെങ്കിൽ ഇതൊക്കെ എന്നെക്കൊണ്ട് നേടാൻ സാധിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുകയും നിങ്ങൾക്ക് തന്നെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് കൂടുതൽ പഠിക്കാൻ തയ്യാറാവുകയും അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യാൻ തയ്യാറാവുകയും ഒക്കെ ചെയ്യുന്നു. ഇതിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ വീഡിയോകൾക്കായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്